നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഈ വിഷയത്തിലൊക്കെ ഞാൻ എന്ത് ചെയ്യാനാ നിരീക്ഷേട്ടാ? ഈ വിഷയം നീ നിന്റെ ചേച്ചിയോട് പറഞ്ഞാൽ മാത്രം മതി. അമ്മ പറഞ്ഞ പോലും ചിലപ്പോ ഗിരിയേട്ടൻ കേട്ടെന്ന് വരില്ല. പക്ഷേ സുമതിയേട്ടത്തി പറഞ്ഞ ഗിരിയേട്ടൻ അതിനപ്പുറം നിൽക്കില്ല. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചേച്ചിയോട് ഇത് ഞാൻ നേരിട്ട് പോയി പറഞ്ഞാ അത് നടക്കുമെന്ന് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, അമ്മ എനിക്ക് തന്ന ATM കാർഡിന്റെ വിഷയത്തിൽ ചേച്ചി ഇത്തിരി കൽപ്പ. പക്ഷെ നിധിയേട്ടൻ നിരാശപ്പെടണ്ട. കുറച്ചും കൂടെ എളുപ്പം കാര്യം നടക്കുന്ന വേറൊരു വഴിയുണ്ട്. ആ വഴിക്ക് ഞാനിത് ഓപ്പറേറ്റ് ചെയ്തോളാം. ഞാൻ കോഫി എടുക്കാം. അമ്മയെ കാണാൻ പോയിരുന്നല്ലേ? എന്നെ കുറിച്ച് ഒരുപാട് പരാതിയും പറഞ്ഞു. ഇത്രനാളും എന്റെ പരാതികൾ മുഴുവനും ദൈവത്തിന്റെ അടുത്തായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോ നേരിട്ട് നിന്ന് പരാതി പറയാനായിട്ട് അമ്മയെങ്കിലും ഉണ്ടല്ലോ. എന്റെ മനസ്സിൽ നിനക്കുള്ള സ്ഥാനം എന്താണെന്ന് നിനക്കറിയില്ലേ സുമി? അതിന് ഞാനായിട്ട് പറഞ്ഞു തരണോ? ഈ സ്ഥാനവും സ്നേഹവും ഒക്കെ മനസ്സിൽ ഇങ്ങനെ അടച്ചു പൂട്ടി വെച്ചിരുന്ന മറ്റുള്ളവർക്ക് എങ്ങനെ മനസ്സിലാവാ? മനസ്സിലുള്ളതൊക്കെ എപ്പോഴെങ്കിലും ഒന്ന് പ്രകടിപ്പിച്ചാലല്ലേ മനസ്സിലാവുള്ളൂ മറ്റുള്ളവർക്ക്. ഒരിക്കലും ഞാൻ പ്രകടിപ്പിച്ചില്ലെങ്കിലും എന്റെ പ്രവൃത്തി കൊണ്ട് സുമി അത് തിരിച്ചറിയുന്ന ഞാൻ കരുതി. എന്നെ കൊന്നുകളയുന്നതിന് തുല്യമായ പല സന്ദർഭങ്ങളിലും ഞാൻ നിനക്ക് വേണ്ടി വന്ന് നിന്ന് തന്നിട്ടില്ലേ സുമി? അത് നിന്നോട് എനിക്കുള്ള സ്നേഹം കൊണ്ട് തന്നെയല്ലേ? ജീവിതത്തിൽ ഇന്നുവരെ ആർക്കു വേണ്ടി ഞാൻ വിട്ടുവീഴ്ചകൾ ചെയ്തിട്ടില്ല. എന്റെ ഇഷ്ടങ്ങൾക്കെതിരായി ഞാൻ ഇന്നുവരെ ഒന്നും പ്രവർത്തിച്ചിട്ടുമില്ല. ആരുടെ മുമ്പിലും തല കുനിച്ചിട്ടുമില്ല. അതൊക്കെ എപ്പോഴെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സുമിക്ക് വേണ്ടി മാത്രമാണ്. സുമിയുടെ വീട്ടുകാരുടെ മുമ്പിൽ സുമി തല കുനിക്കാതിരിക്കാൻ വേണ്ടി മാത്രം. നിന്റെ വീട്ടുകാരുടെ മുമ്പിൽ നിനക്ക് ഉത്തരം മുട്ടിപ്പോകാതിരിക്കാൻ വേണ്ടി മാത്രം. നീ എന്റെ ആരും അല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനു വേണ്ടി ഇതൊക്കെ ചെയ്യണം സുമി? സ്നേഹം എന്നുള്ളത് ഒരു വികാരമല്ല സുമി, അതൊരു തരം സ്വഭാവമാണ്. നിന്നോടുള്ള എന്റെ സ്നേഹത്തിൽ മരണം വരെ ഒരു മാറ്റവും വരില്ല. സോറി ഗിരി. ഏയ്, എന്തിന്? ചിലപ്പോ ചില വാക്കുകള് ഒന്നുകൂടെ കേൾക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ചു പോകില്ലേ? അല്ല, നീ പ്രസാദം തൊട്ടില്ലേ? അമ്മയല്ലേ ഇത്? അമ്മേ, ചേച്ചി, ഇത് വലിയ സർപ്രൈസ് ആയിപ്പോല്ലോ. നിങ്ങളിവിടെ വെച്ച് കാണുമെന്നേ ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. ഞങ്ങളും പ്രതീക്ഷിച്ചില്ല മോളെ. ഞാൻ നിങ്ങളെയും പ്രതീക്ഷിച്ചില്ല. ഇരുന്നിരുന്നേ അമ്പലത്തിൽ പോണെന്ന് പറഞ്ഞത് ഏതായാലും വെറുതെ ആയില്ല. ആ അമ്മ ഇവളെ അന്ന് കല്യാണത്തിന് കണ്ടതല്ലേ ഉള്ളൂ. അന്ന് കാണാനും മിണ്ടാനും ഒന്നും സൗകര്യപ്പെട്ടില്ലല്ലോ. സുഖായിരിക്കുന്നോ മോളെ? ഒരു ദിവസം നീ നിന്റെ ചേച്ചിയുടെ കൂടെ വീട്ടിലേക്ക് വരണം. പായസവും കുട്ടി ഊണൊക്കെ കഴിച്ചിട്ട് മടങ്ങാം കേട്ടോ. ആ നന്ദു, ചേച്ചിയുടെ കിന്നാരൊക്കെ പറഞ്ഞിരുന്നിട്ട് വന്നാ മതി. ഭയങ്കര വെയില്, ഞാൻ കാറിലുണ്ടാവും. അവക്ക് വേണ്ടി ഞാൻ മാപ്പ് പറയാം. അമ്മ പൊറുക്കണം. ഏയ്, നീ എന്തിനെങ്ങനെ വേവലാതിപ്പെടുന്നത്? അതിന്റെ ആവശ്യമൊന്നുമില്ല.
അവരവർ ചെയ്യുന്ന കാര്യങ്ങളിലെ ശരിയും തെറ്റും അവരവർക്കല്ലേ മോളെ ബോധ്യപ്പെടേണ്ടത്. അവള് പക്ഷെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല അമ്മേ. അറിയാം, അനുരാധയാണ് അവളെ മാറ്റിയെടുക്കുന്നത്. കൂടെ നിൽക്കുന്നവരാരാണെന്നും ശത്രുക്കൾ ആരാണെന്നും നന്ദിത പതിയെ തിരിച്ചറിഞ്ഞോളൂ. ആ, വേറൊരു പ്രധാനപ്പെട്ട കാര്യം ചോദിക്കാൻ മറന്നു. ഗിരിയേട്ടനുമായിട്ടുള്ള പിണക്കം മാറിയോ? മാറി. ഗിരിയുടെ മനസ്സിൽ എനിക്കുള്ള സ്ഥാനം എനിക്കറിയാതെയല്ല. പക്ഷേ ചില നേരം ചില കാര്യങ്ങള് പ്രിയപ്പെട്ടവരുടെ നാവിൽ നിന്ന് ഒരിക്കൽ കൂടി കേൾക്കണം തോന്നില്ലേ നമുക്ക്? സത്യം പറഞ്ഞ ഗിരി എന്റെ കൂടെ ഉണ്ടെന്നുള്ള ഒറ്റ ബലത്തിലാണ് ഞാൻ പിടിച്ചു നിൽക്കുന്നത്. ആ ബലം ഉള്ളതുകൊണ്ട് മാത്രം ഇതുപോലുള്ള സങ്കടങ്ങളും വേദനകളും ഒക്കെ തരണം ചെയ്യാൻ എനിക്ക് പറ്റുന്നത്. ശരി എന്നാ ചെല്ലട്ടെ അമ്മേ. പ്രതീക്ഷ പിന്നെ കണ്ടോ. ശരി. ചെല്ലും മോളെ. നീ എന്താ അവരോട് അങ്ങനെ പെരുമാറിയത്? ആരോട്? എങ്ങനെ പെരുമാറിയെന്ന്? മഹാലക്ഷ്മി അമ്മയോട്. വേറെ ആരോട്? എന്റെ പെരുമാറ്റത്തിന് കുഴപ്പമുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ലല്ലോ. നന്ദു, എന്താ നിനക്ക് പറ്റിയത്? ഓരോ ദിവസം കഴിയും തോറും നിന്റെ സ്വഭാവം കൂടുതൽ കൂടുതൽ മോശമായിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇത് കൊള്ളാം. ഞാൻ എന്ത് മോശമായിട്ട് പെരുമാറിയെന്നാ ചേച്ചി ഇപ്പൊ പറയുന്നേ? ആ പൊരി വെയിലത്ത് നിൽക്കാൻ പറ്റാത്തോണ്ട് ഈ കാറിൽ വന്നിരുന്നാണോ ഇത്ര വലിയ തെറ്റായി പോയത്? എന്നല്ല നന്ദു, എന്ത് പറയുന്നതിന് ഒരു രീതിയൊക്കെ ഇല്ലേ? അങ്ങനെ അഹങ്കാരത്തോടെ മനുഷ്യനെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ അവരോട് സംസാരിക്കാൻ പാടില്ല. സുമേച്ചി എന്തിനാ ഇപ്പൊ എന്നോട് വഴക്കിന് വരണേ? ഞാൻ സാധാരണ പോലെ തന്നെയാണ് പെരുമാറിയത്, അത്രേ ഉള്ളൂ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന ഒരാളെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കാൻ പറ്റുമോ? എന്നല്ല നന്ദു ഞാൻ പറഞ്ഞത്. അവരന്യ സ്ത്രീയൊന്നും അല്ലല്ലോ. അവരാരാ നിനക്കറിയില്ലേ? ഗിരിയുടെ അമ്മയാണ്. അതോർത്തെങ്കിലും നിനക്ക് അവരുടെ അടുത്ത് അല്പം കൂടി മാന്യമായിട്ട് പെരുമാറാം. അതാ ഞാൻ പറഞ്ഞത്. ഇതിൽ കൂടുതൽ മാന്യത കാണിക്കാൻ എനിക്ക് അവരെ അത്രയ്ക്ക് അറിയ പോലും ഇല്ലല്ലോ ചേച്ചി. ഇനിയിപ്പോ അവര് ഗിരിയേട്ടന്റെ അമ്മയാണെങ്കിൽ തന്നെ എനിക്കിപ്പോ എന്താ? അവരെ പേടിച്ച് ജീവിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. നീ എന്തിനാ വെറുതെ എഴുതാപ്പുറമൊക്കെ വായിക്കുന്നത്? ഞാൻ അങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞത്. ഗിരിയേട്ടന്റെ അമ്മയായതുകൊണ്ട് ഞാൻ അവരെ ബഹുമാനിക്കണം എന്നല്ലേ ചേച്ചി പറഞ്ഞു വരുന്നത്? നിതീഷേട്ടനും ഗിരിയേട്ടനും ഒക്കെ അമ്മ എന്ന് പറഞ്ഞ് ഇത്രയും നാളും ഞാൻ ബഹുമാനിച്ചിരുന്നത് അനുരാധ അമ്മയാണ്. ഇപ്പൊ പെട്ടെന്നൊരാള് മാനത്തേന്ന് ഇങ്ങനെ പൊട്ടിമുളിച്ച് വന്നപ്പോ അതനുസരിച്ച് പെരുമാറാനൊന്നും എനിക്ക് പറ്റില്ല. ചേച്ചി ആരെ വേണമെങ്കിലും അമ്മയെന്നോ അച്ഛനെന്നോ മാറ്റി മാറ്റി വിളിച്ചോ. അതിനൊക്കെ ചേച്ചിക്ക് പ്രയോജനങ്ങൾ ഉണ്ടാവും. എന്നെ വെറുതെ നിർബന്ധിക്കാൻ വരണ്ട. നന്ദു, നീ എന്താ അസംബന്ധമായി പറയുന്നത്? ഒരസംബന്ധം അല്ല ചേച്ചി, കാര്യം തന്നെ പറഞ്ഞത്. എന്റെ ഭർത്താവിന്റെ വീട്ടുകാരെ ഞാൻ ബഹുമാനിക്കേണ്ട രീതിയിൽ ബഹുമാനിക്കുന്നുണ്ട്. എനിക്കത് മാത്രം നോക്കിയാൽ മതി. നേരത്തെ പറഞ്ഞ പോലെ പോകേണ്ടത് സുമിതാ മേഡത്തിന്റെ വീട്ടിലേക്കല്ലേ? വീട്ടിലേക്കോ? ആ അതെ, ഞാൻ പറയാൻ വിട്ടുപോയി. അമ്മ എന്നോട് ഇന്ന് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. നീ കൂടെ വാ, നമുക്ക് ഒരുമിച്ച് പോയി പെട്ടെന്ന് തിരിച്ചു വരാം. അയ്യോ, ഞാനില്ല. ഇന്ന് ആക്ച്വലി അനുരാധമ്മയുടെ കൂടെ വിമൻസ് ക്ലബിൽ പോവാനുള്ളതാ. ഇന്ന് ക്ലബിൽ അമ്മ എനിക്ക് മെമ്പർഷിപ്പ് എടുത്ത് തരാന്നാ എന്നോട് പറഞ്ഞത്. വൈകാൻ പറ്റില്ല എന്തായാലും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.